അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്മായിൽ സഖാഫി തോട്ടുമുക്കം ഷെയ്ഖുന കാന്തപുരം ഉസ്താദിനെ സന്ദർശിച്ച വേളയിൽ അദ്ദേഹം ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ കാൽഭാഗത്ത് ഇരിക്കുന്ന ഫോട്ടോയാണ് കണ്ടിട്ടുള്ളത്. ഉസ്താദിന്റെ അടുത്ത് അങ്ങനെയുള്ള ആദരവ് കാണിക്കൽ ഒരു നല്ല ശിഷ്യന്റെ ലക്ഷണമാണ്. ഷെയ്ഖുന കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മനുഷ്യൻ വന്നാലും അതൊരു മണിക്കൂറിന് മുമ്പ് തന്നെ കല്ലെറിഞ്ഞ് ചോര വീഴ്ത്തിയ ഒരു ശത്രുവാണെങ്കിൽ പോലും ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ അടുക്കലേക്ക് അയാൾ വന്നു കഴിഞ്ഞാൽ പുഞ്ചിരിയോടുകൂടിയല്ലാതെ ഉസ്താദ് സ്വീകരിക്കാറില്ല. എത്ര ചെറിയവനായാലും എത്ര വലിയവനായാലും ശത്രുവായാലും മിത്രമായാലും ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ ഒരു സ്വഭാവമാണത്. ആ സ്വഭാവം പലർക്കും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഷെയ്ഖുനയോട് മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഷെയ്ഖുനാക്ക് പിന്നെ മനസ്സിൽ ഒന്നും ഉണ്ടാവുകയില്ല. മനസ്സ് വളരെ ക്ലിയറാണ്. അങ്ങനെയുള്ള ഒരു നല്ല സ്വഭാവത്തിനുടമയായ ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ അടുക്കൽ തോട്ടുമുക്കം ഇസ്മായിൽ സഖാഫി വന്നു. തോട്ടുമുക്കം ഇസ്മായിൽ സഖാഫിയെ സംബന്ധിച്ചിടത്തോളം ഒരു ശിഷ്യൻ ഗുരുവിനെ വിമർശിക്കുന്ന ശൈലിയായിരുന്നില്ല. പക്ഷേ ഇസ്മായിൽ സഖാഫി തോട്ടുമുക്കം ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ അടുക്കലേക്ക് പോയി ഷെയ്ഖുനയോട് മാപ്പ് പറഞ്ഞു എന്ന വിധത്തിലുള്ള പ്രചരണം വന്നപ്പോൾ തോട്ടുമുക്കം ഇസ്മായിൽ സഖാഫിയുടെ ഒരു വോയിസ് വരികയുണ്ടായി. അത് നിങ്ങൾ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കേൾക്കേണ്ടതാണ്. നമ്മളെയൊക്കെ അതിശയിപ്പിച്ചു കളഞ്ഞൊരു വോയിസ് ആണത്. കാരണം തോട്ടുമുക്കം ഇസ്മായിൽ സഖാഫിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉസ്താദിനോട് കാണിക്കേണ്ട ആദരവോ ബഹുമാനമോ കാന്തപുരം ഉസ്താദുമായി ബന്ധം വിച്ഛേദിച്ചതിന് ശേഷം അദ്ദേഹം കാണിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, വളരെ മോശമായ പദപ്രയോഗങ്ങൾ കൊണ്ടാണ് ഷെയ്ഖുന കാന്തപുരം ഉസ്താദിനെ അദ്ദേഹം നേരിട്ടത്. മാന്യനായ ഒരാൾക്ക് കേൾക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അറപ്പും വെറുപ്പും ഉളവാക്കുന്ന വിധത്തിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. ഒരുപാട് കളവുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പറഞ്ഞിരുന്നത് തന്റെ ഭൗതിക നേട്ടത്തിൽ തന്നെ കാന്തപുരം ഉസ്താദിന്റെ ശത്രുക്കൾ ആകർഷിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞുകൂടാത്തതായ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ ശത്രുക്കളുടെ കയ്യേടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞതെങ്കിൽ അദ്ദേഹം ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ അടുക്കലേക്ക് പോയി അവിടുത്തെ കാൽക്കീയിൽ ഭവ്യതയോടുകൂടി ഇരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം മാപ്പ് ചോദിച്ചു എന്നൊക്കെയാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. ഇസ്മായിൽ സഖാഫി തന്നെ അത് വിശദീകരിക്കുന്നുണ്ട്. തെറ്റായ പ്രചരണമാണതെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ഒന്നാമതൊരു കാര്യം, ഒരുപക്ഷെ പല ആളുകളും AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞെന്ന് വരാം. പക്ഷേ തന്നെ പഠിപ്പിച്ച, തനിക്കൊരുപാട് ഇൽമു നൽകിയ, രഹസ്യമായ പല ഇൽമുകളും നൽകിയെന്നാണ് തോട്ടുമുക്കം പറയുന്നത്. അത്രത്തോളം ബന്ധമുള്ള ആ ഗുരുവിനെ കുറിച്ച് ഒരു ശിഷ്യൻ പറയുമ്പോൾ ഒരിക്കലും തന്നെ ഗുരുവിന്റെ പേരെടുത്ത് പറയില്ല. ഇവിടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, അദ്ദേഹം പറയുന്നത് ഞാൻ മാപ്പ് പറയാൻ വേണ്ടി പോയതല്ല, അങ്ങനെ ഒരു തെറ്റായ പ്രചരണം നടക്കുന്നുണ്ട്. ഷെയ്ഖുന കാന്തപുരം ഉസ്താദിനെ കുറിച്ച് ഞാൻ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് ഇപ്പോഴും എന്റെ നിലപാട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനു വേണ്ടി മാപ്പ് പറയാൻ ഞാൻ പോയിട്ടില്ല, അദ്ദേഹത്തിന് പാശ്ചാത്താപമില്ല എന്നാണ് തോട്ടുമുക്കം ഇസ്മായിൽ സഖാഫി പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം തെറ്റായ പ്രചരണങ്ങൾ നിർത്തിവെക്കണമെന്നും ഇസ്മായിൽ സഖാഫിയെ പോലെയുള്ള ഷെയ്ഖുന കാന്തപുരം ഉസ്താദിനെ തെറ്റിദ്ധരിച്ചു പോയ ശിഷ്യന്മാർക്ക് അള്ളാഹു നല്ല ബുദ്ധി നൽകട്ടെ. കിബിർ, ഉജ്ബ്, റിയാ പോലത്തെ എല്ലാ ദുഷിച്ച രോഗങ്ങളും അദ്ദേഹത്തിനും നമുക്കും അള്ളാഹു ശിഫയാക്കി തരുമാറാകട്ടെ. ഇസ്മായിൽ സഖാഫിയുടെ ആ സംസാരം കേൾക്കാൻ പോകാം വീഡിയോയിലേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ ഈ വോയിസിൽ വ്യത്യസ്തമായൊരു കാര്യം പറയേണ്ടി വരികയാണ്. അതായത് സാധാരണ നമ്മളിതിൽ മസ്അലകളും ഉസൂലും ഫിഖ്ഹും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഞാൻ വരാറുള്ളത്. ഇന്ന് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ മറ്റൊരു വിഷയം ഇവിടെ പ്രതിപാദിക്കാൻ നിർബന്ധിതനാവുകയാണ്. അതിലൊന്ന്, ഞാൻ ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ ഇന്ന് സന്ദർശിച്ചിരുന്നു. അതിൻ്റെ കാരണം തോട്ടുമുക്കത്തെ
പുതുക്കി പണിത ജുമാഅത്ത് പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. ഏകദേശം 4 മാസം മുമ്പ് സെക്രട്ടറിയും പ്രസിഡന്റും ബന്ധപ്പെട്ട ആളുകളും പോയി അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. അതിനുശേഷം ഞങ്ങൾ സ്വാഗത സംഘം കമ്മിറ്റി ഉണ്ടാക്കി. ജനറൽ ബോഡിയിൽ എന്നെ ചെയർമാനായി തിരഞ്ഞെടുത്തു. ഈ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ക്ഷണിച്ചു, മുനീർ ഹുദവിയെ ക്ഷണിച്ചു, അതേപോലെ ഞങ്ങളുടെ നാട്ടിലെ പള്ളി വികാരിയെ ക്ഷണിച്ചു, ഒരു വേദാന്ത പണ്ഡിതനായ രാജീവ് നായരെ ക്ഷണിച്ചു. അങ്ങനെ കുറേ ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഔദ്യോഗിക ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായി കാന്തപുരസ്ഥാനെ ക്ഷണിക്കാൻ വേണ്ടി ഞാൻ മർക്കസിൽ പോയി. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടാണ്. ഒരുപാട് വൈകാരികമായ ഉക്ഷോഭങ്ങൾ എന്തായാലും ഉണ്ടാവും. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത ആളായിരുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത ശിഷ്യനായിരുന്നു. ഒരുപാട് രഹസ്യമായ ഇൽമുകളെ അദ്ദേഹം എന്നെ പഠിപ്പിച്ചിരുന്നു. ഈ ഉസൂലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സംശുലിമയിൽ നിന്ന് കിട്ടിയ നോട്ടുകളൊക്കെ അദ്ദേഹം സ്വകാര്യ സഞ്ചാരങ്ങളിൽ പങ്കുവെക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഇൽമുകൾ പഠിപ്പിച്ച, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു മനുഷ്യനെ കണ്ടുമുട്ടിയപ്പോഴുണ്ടായ ഒരവസ്ഥ. അങ്ങനെ ഞാൻ പരിപാടിക്ക് ക്ഷണിച്ചു, അദ്ദേഹം ക്ഷണം സ്വീകരിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ സ്വയമേ ചിന്തിക്കുന്നൊരു കാര്യം പറഞ്ഞു. എന്താ വെച്ചാൽ എൻ്റെ പഴയ കാലത്തെ പ്രഭാഷണങ്ങൾ, അതേപോലെ മുടിവാദവുമായി ബന്ധപ്പെട്ട പ്രസംഗങ്ങൾ, അതിൽ പലപ്പോഴും ഞാൻ സ്വയം ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം പദപ്രയോഗങ്ങൾ നടത്താതെ ഇതിലും കൂടി കുറച്ച് നല്ല ഭാഷയിൽ എനിക്കിത് വിശദീകരിക്കാൻ കഴിയുമായിരുന്നല്ലോ. ഞാനിങ്ങനെ ഈ പ്രകോപനത്തിൽ പെട്ടുപോയി എന്ന് ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അടുക്കൽ വന്ന പദപ്രയോഗങ്ങളിലെ വല്ല കാര്യങ്ങളും അങ്ങേ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം. അത് ഞാൻ പറഞ്ഞ കാര്യമാണ്. 96 വയസ്സായ വൃദ്ധനായ, രോഗിയായ, സഞ്ചരിക്കാൻ പോലും മറ്റാളുകളുടെ സഹായം വേണ്ടി വരുന്ന അവസ്ഥയിലുള്ള ഒരു പണ്ഡിതനെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഞാൻ പറയേണ്ട പദമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെനിക്ക് പശ്ചാത്താപമല്ല. അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ ഉയർത്തിപ്പിടിച്ച വാദങ്ങൾ ഉപേക്ഷിച്ചു എന്നോ, അതല്ലെങ്കിൽ ഞാനൊരു കാന്തപുരം പ്രവർത്തകനായി മാറിയെന്നോ, അല്ലെങ്കിൽ AP വിഭാഗം പ്രവർത്തകനായി മാറിയെന്നോ എന്നത് ഇതിനർത്ഥമല്ല. ഞാനത് എൻ്റെ നാട്ടുകാർക്ക് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കാൻ നിയുക്തനായി അവിടെ എത്തിയ സമയത്ത് ഈ കാര്യം ഞാൻ അദ്ദേഹവുമായി പങ്കുവച്ചു. പക്ഷേ അവിടെ ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ വിദൂരത്തിരുന്ന് മറ്റാരോ ഫോട്ടോ പകർത്തി, അതായത് പൊതുസ്ഥലത്ത് വെച്ച് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പൊതു ഓഫീസിലാണ്. അപ്പോൾ അവിടെ വെച്ച് സംസാരിക്കുമ്പോൾ ഇരിക്കാൻ ഒരു കസേരയുള്ളൂ. സ്വാഭാവികമായും അടുത്താൾ നിൽക്കുക, അല്ലെങ്കിൽ അദ്ദേഹം കേൾക്കത്തക്ക വിധത്തിൽ ഇരിക്കുകയോ ചെയ്ത് സംസാരിക്കണം. അത് അങ്ങനെ ഇരുന്ന് സംസാരിച്ചത് ശരിയാണ്. അതല്ലാതെ ഞാൻ നിലപാടുകൾ ഉപേക്ഷിച്ച് അദ്ദേഹത്തോട് മാപ്പപേക്ഷിക്കാൻ പോയതൊന്നുമല്ല. അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്നത് തീർത്തും അല്പത്തോളം. നമ്മൾ ഉയർത്തിപ്പിടിച്ച ദാർശനികമായ പല കാര്യങ്ങളുണ്ട്. അത് ഈ ഒരു സമയത്ത് പറയുന്നത് ശരിയുമല്ല. ഇന്നത്തെ കാര്യം മാത്രം വിശദീകരിക്കുകയാണെങ്കിൽ, ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. അദ്ദേഹത്തോട് എൻ്റെ നാട്ടിലേക്ക് ക്ഷണിച്ചു, പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അദ്ദേഹം ക്ഷണം സ്വീകരിച്ചു. എൻ്റെ പദപ്രയോഗങ്ങളിൽ അദ്ദേഹത്തിന് വല്ല വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തു. ഞാൻ പിരിഞ്ഞു പോന്നു. ഇതാണെന്ന് സംഭവിച്ച കാര്യം. അതിനെ എന്താ പറയുക, ഈ ബുദ്ധിവികാസം എത്താത്ത ചില ആളുകൾ മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കുന്നതിൽ എനിക്കും ദുഃഖമുണ്ട്. അത് കാന്തപുരം പ്രസ്ഥാനം ദുഃഖം ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിലെ പക്വമതികളായ ആളുകൾക്കും അതിൽ ദുഃഖം ഉണ്ടാവും. കാരണം അവിടെ ജിയ ബൂക്കർ ഉണ്ടായിരുന്നു, അതുപോലെ മുത്തനൂർ തങ്ങളുണ്ടായിരുന്നു, സി മുഹമ്മദ് ഫൈസി ഉണ്ടായിരുന്നു, മറ്റൊരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ പഴയ കാലത്ത് സഹപ്രവർത്തകരെ കൈയൊക്കെ പിടിച്ച് എല്ലാവരോടും സലാം പറഞ്ഞ് സന്തുഷ്ടരേഖകൾ മടങ്ങിയതാണ്. അതിന് ഈ ഒരു തലത്തിലേക്ക്, വിവാദത്തിലേക്ക് വലിച്ചഴക്കുന്നത് ആ പൊക്കമായ നിലപാടാണെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ.
തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.